തിരുവനന്തപുരം മേയർ വി രാജേഷിനെതിരെ ശിവൻകുട്ടി കോർപ്പറേഷൻ ഓഫീസ് റെയ്ഡ് ചെയ്യണമെന്ന് ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. മേയറുടെ ഓഫീസിൽ ആയുധങ്ങളുണ്ട്. വി രാജേഷിന്റെ ഒത്താശയോടുകൂടിയാണ് തലസ്ഥാന നഗരിയിൽ ആക്രമണം നടക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. വാക്കുകളിലേക്ക്. 19 കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് പാഴവട്ടോണം കൗൺസിലർ. ഈ കൗൺസിലറുടെ നേതൃത്വത്തിലാണ് മേയറുടെ ഒത്താശയോടുകൂടി തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ഗൂഢാക്രമണങ്ങൾ നടക്കുന്നത്. കൗൺസിലറെ പോലെ പാഴവട്ടോണം കൗൺസിലറെ പോലുള്ള ആൾക്കാർ അവിടെ വരുന്നത് ആയുധവും കൊണ്ടാണ് വരുന്നത്. പോലീസുകാർ റെയ്ഡ് ചെയ്യാത്ത സ്ഥലമാണ് കോർപ്പറേഷൻ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും പിന്നെ അതുപോലുള്ള കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ. അങ്ങനെ റെയ്ഡ് ചെയ്യുന്ന സ്ഥലമല്ല. അപ്പോൾ അവിടെയെല്ലാം പോലീസ് റെയ്ഡ് ചെയ്യണം. ഈ മാരകായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. ഹാൻസ് ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ശിവൻകുട്ടി പറയുന്നത്? അദ്ദേഹം എങ്ങനെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്? സ്വാതി, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൗൺസിലർ BJP കൗൺസിലറായിട്ടുള്ള R. സുഗതനെ കാപ്പ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അദ്ദേഹത്തെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തത്. പിന്നീട് ഈ R. സുഗതനെ അയോഗ്യനാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമൊക്കെ കോർപ്പറേഷനിലേക്ക് സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഗുരുതര ആരോപണം മേയർ വി രാജേഷിനെതിരെ മുൻ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. മേയറുടെ ഓഫീസിൽ മാരകായുധങ്ങൾ സൂക്ഷിക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേയറുടെ ഓഫീസും ഡെപ്യൂട്ടി മേയറുടെ ഓഫീസും റെയ്ഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് മുൻ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള രീതിയിലുള്ള നിരവധി പരാതികളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയറുടെ ഓഫീസ് റെയ്ഡ് ചെയ്യണം. മേയറുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തലസ്ഥാനത്ത് നിരവധി ആക്രമണങ്ങൾ നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുൻ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പറയുന്നത്. 19 കേസുകൾ ഇതിനോടകം തന്നെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള R. സുഗതനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയിപ്പോൾ ഏതാനും 2 കൗൺസിൽ യോഗങ്ങളിൽ ഇതിനോടകം തന്നെ പങ്കെടുത്തിട്ടില്ല. ഇനിയൊരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗുരുതര ആരോപണങ്ങൾ മേയർക്കെതിരെയും BJP കൗൺസിലർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് കൂടിയാണ് അദ്ദേഹം അല്പസമയത്തിനു മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വാതി.